നമസ്കാരം. RB മീഡിയ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ വിവിധ ജില്ലകളിലെ ജോലി ഒഴിവുകൾ. വിവിധ യോഗ്യതയുള്ളവർക്കാണ് അവസരം. ഓരോ ഒഴിവുകളും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നേരിട്ട് ജോലി നേടുക. കൂടാതെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ പോസ്റ്റ് പങ്കുവയ്ക്കുക. 1. സെക്യൂരിറ്റി ഗാർഡ് ഒഴിവ്. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന് കീഴിലെ മാനന്തവാടി താഴെയങ്ങാടി വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിൽ സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 20-നും 50-നും ഇടയിൽ പ്രായമുള്ള പുരുഷന്മാർക്ക് അപേക്ഷിക്കാം. പ്രവൃത്തി പരിചയം അഭികാമ്യം. അപേക്ഷകൾ ജൂലൈ 11 വൈകിട്ട് 4-നകം ലഭിക്കണം. അപേക്ഷാ ഫോറം വയനാട് മീനങ്ങാടി ഡിവിഷൻ ഓഫീസിൽ ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-936-247442. സ്റ്റാഫ് നേഴ്സ് നിയമനം. പനമരം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഡയാലിസിസ് യൂണിറ്റിൽ സ്റ്റാഫ് നേഴ്സ് തസ്തികയിൽ നിയമനം നടത്തുന്നു. നേഴ്സിംഗ് ഡിപ്ലോമ, ഡിഗ്രി, കേരള നേഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഉള്ളവർ ജൂലൈ 8 രാവിലെ 11 മണിക്ക് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അഭിമുഖത്തിനെത്തണം. ഡയാലിസിസ് യൂണിറ്റിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. ആശാ പ്രവർത്തകരെ നിയമിക്കുന്നു. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 15, 20, 21, 22 വാർഡുകളിൽ ആശാ പ്രവർത്തകരെ നിയമിക്കുന്നു. അതത് വാർഡ് പരിധിയിലെ 10ാം ക്ലാസ് യോഗ്യതയുള്ള 25-നും 45-നും ഇടയിൽ പ്രായമുള്ള വിവാഹിതരായവർക്ക് അപേക്ഷിക്കാം. താൽപ്പര്യമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂലൈ 11 രാവിലെ 10:30 പഞ്ചായത്ത് ഹാളിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04-936-282854. താൽക്കാലിക അധ്യാപക നിയമനം. കണ്ണൂർ തൃക്കരിപ്പൂർ ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ബ്രാഞ്ചിൽ അസിസ്റ്റൻറ്റ് ഇൻസ്ട്രക്ടർ ഇൻ ടൈപ്പ് റൈറ്റിംഗ് തസ്തികയിൽ താൽക്കാലിക അധ്യാപക നിയമനം നടത്തുന്നു. ഡിപ്ലോമ ഇൻ കൊമേഴ്സ്യൽ പ്രാക്ടീസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് ബ്രാഞ്ചിൽ 3 വർഷത്തെ റെഗുലർ ഡിപ്ലോമയാണ് യോഗ്യത. താൽപ്പര്യമുള്ളവർ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും ബയോഡേറ്റയും സഹിതം ജൂലൈ 8 രാവിലെ 10 മണിക്ക് കോളേജിൽ നടത്തുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. ഫോൺ നമ്പർ 0467221400 9995145988. ലാബ് ടെക്നീഷ്യൻ നിയമനം. ചെറുകുന്ന് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ തസ്തികയിൽ ദിവസവേതനടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. താൽപ്പര്യമുള്ളവർ ബയോഡേറ്റ, സർട്ടിഫിക്കറ്റുകളുടെ അസൽ എന്നിവ സഹിതം ജൂലൈ 11 രാവിലെ 11 മണിക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടക്കുന്ന അഭിമുഖത്തിന് ഹാജരാകണം. പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. വേക്കൻ ഇൻ്റർവ്യൂ. ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി മലപ്പുറം ജില്ലയിലെ വിവിധ ഉപജില്ലകളിലേക്കായി റിസോഴ്സ് അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നു. ഇംഗ്ലീഷ് ഭാഷയിൽ ബിരുദവും TTC, DEd, DLEd, BEdുമാണ് യോഗ്യത. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ് കോഴ്സ് പാസ്സായവർക്കും ആസാപ് സ്കിൽ പരിശീലനം ലഭിച്ചവർക്കും മുൻഗണന ലഭിക്കും. താൽപ്പര്യമുള്ളവർക്കായി ജൂലൈ 12 രാവിലെ 10 മണിക്ക് മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ കാര്യാലയത്തിൽ വെച്ച് കൂടിക്കാഴ്ച നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0483273488. താലൂക്ക് ആശുപത്രിയിൽ അഭിമുഖം. കുണ്ട്ര താലൂക്ക് ആശുപത്രിയിൽ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ കീഴിൽ സ്റ്റാഫ് നേഴ്സ്, ഡയാലിസിസ് ടെക്നീഷ്യൻ തസ്തികയിലെ ഒഴിവിലേക്ക് നിയമനം നടത്തും. യോഗ്യത സ്റ്റാഫ് നേഴ്സ്, GNM, BSc നഴ്സിംഗ്, ഡയാലിസിസ് യൂണിറ്റിൽ പ്രവൃത്തി പരിചയം അഭികാമ്യം. ഡയാലിസിസ് ടെക്നീഷ്യൻ, ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നീഷ്യൻ, BSc ഡയാലിസിസ് ടെക്നോളജി. പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം.
പ്രായപരിധി 40 വയസ്സ്. പട്ടികജാതി പട്ടികവർഗക്കാർക്ക് 45 വയസ്സ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04742526 ഹരിതകർമ്മസേനയുടെ ഇലക്ട്രിക് ഗുഡ്സ് വാഹനം ഓടിക്കാൻ ലൈസൻസ് ഉള്ളവരെ നിയമിക്കുന്നു. വയനാട് കോട്ടത്തറ ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ ഇലക്ട്രിക് ഗുഡ്സ് വാഹനം ഓടിക്കുന്നതിന് ഓട്ടോ അല്ലെങ്കിൽ 4 വീലർ ലൈസൻസ് ഉള്ളവരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. പ്രായപരിധി 50 വയസ്സ്. 10ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി ജൂലൈ 9 രാവിലെ 11 പഞ്ചായത്ത് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്കെത്തണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 049362286644. ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിൽ അനലിസ്റ്റ് ജോലി ഒഴിവ്. ക്ഷീരവികസന വകുപ്പിൻ്റെ കീഴിൽ തിരുവനന്തപുരം പട്ടത്ത് പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് ഡയറി ലബോറട്ടറിയിൽ കെമിസ്ട്രി വിഭാഗത്തിൽ കരാറടിസ്ഥാനത്തിൽ അനലിസ്റ്റിൻ്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒഴിവുകളുടെ എണ്ണം 2. എംടെക്, ബിടെക്, MSc ആണ് യോഗ്യത. വെള്ളത്തിൻ്റെ IS 10500 പ്രകാരമുള്ള പരിശോധനയിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയം, AAS, ICPMS, GC, HPLC എന്നീ ഉപകരണങ്ങളുടെ പ്രവർത്തനത്തിലുള്ള പ്രായോഗിക പരിചയം എന്നിവ ഉണ്ടായിരിക്കണം. NABL അംഗീകൃത ലാബിലുള്ള പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായം 18നും 40നും മധ്യേ ആയിരിക്കണം. പ്രതിമാസ വേതനം 30,000 രൂപ. അഭിമുഖത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിയമനം. അപേക്ഷകൾ ജൂലൈ 8 വൈകിട്ട് 5 മണിക്ക് മുമ്പ് ഓഫീസിൽ ലഭിക്കണം. അപേക്ഷകൾ അയക്കേണ്ട വിലാസം: ജോയിൻറ്റ് ഡയറക്ടർ, ക്വാളിറ്റി മാനേജർ, സ്റ്റേറ്റ് ഡയറി ലബോറട്ടറി, ക്ഷീരവികസന വകുപ്പ്, ഡയറക്ടറേറ്റ്, പട്ടം, തിരുവനന്തപുരം 695004. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471244074. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ KSP പദ്ധതിയിൽ ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി മുഖേന വിവിധ തസ്തികകളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഇൻ്റർവ്യൂ നടത്തുന്നു. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത, പ്രവൃത്തി പരിചയം, തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇനി പറയുന്ന തീയതിയിൽ താലൂക്ക് ആശുപത്രിയിൽ ഇൻ്റർവ്യൂവിന് നേരിട്ട് ഹാജരാകേണ്ടതാണ്. പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. ജോലി ഒഴിവുകൾ: ഫാർമസിസ്റ്റ്, യോഗ്യത DPharm, RPharm. 2. രജിസ്ട്രേഷൻ വിത്ത് കേരള സ്റ്റേറ്റ് ഫാർമസി കൗൺസിൽ. ഇൻ്റർവ്യൂ ഡേറ്റ് 8/7/2024 10:30. ലാബ് ടെക്നീഷ്യൻ. യോഗ്യത DMLT, BSc MLT. 2. രജിസ്ട്രേഷൻ വിത്ത് കേരള പാരാമെഡിക്കൽ കൗൺസിൽ. പ്രായപരിധി 41 വയസ്സ്. ഡേറ്റ് 8/7/2024 2:30. റേഡിയോഗ്രാഫർ. ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ ഇൻ റേഡിയോളജി ടെക്നോളജി, BSc റേഡിയോളജി. രജിസ്ട്രേഷൻ വിത്ത് കേരള പാരാമെഡിക്കൽ കൗൺസിൽ. പ്രായപരിധി 41 വയസ്സ്. ഇൻ്റർവ്യൂ ഡേറ്റ് 10/7/2024 10:30. ഡയാലിസിസ് ടെക്നീഷ്യൻ. ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി, ബാച്ചിലേഴ്സ് ഡിഗ്രി. രജിസ്ട്രേഷൻ വിത്ത് കേരള പാരാമെഡിക്കൽ കൗൺസിൽ. പ്രായപരിധി 41 വയസ്സ്. ഇൻ്റർവ്യൂ ഡേറ്റ് 10/7/2024 11:30. ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ്. ക്വാളിഫിക്കേഷൻ നേഴ്സ് മിഡ്വൈഫറി സർട്ടിഫിക്കറ്റ്, ഫീമെയിൽ ഹെൽത്ത് വർക്കേഴ്സ് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ്. രജിസ്ട്രേഷൻ വിത്ത് കേരള നേഴ്സ് ആൻഡ് മിഡ്വൈഫേഴ്സ് കൗൺസിൽ. പ്രായപരിധി 41 വയസ്സ്. ഇൻ്റർവ്യൂ ഡേറ്റ് 10/7/2024 ഉച്ചയ്ക്ക് 2:30. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0476262026. കുടുംബശ്രീ ഏരിയ ബിസിനസ് എക്സിക്യൂട്ടീവ് നിയമനം നടത്തുന്നു. വിവിധ ബാങ്കുകളുമായുള്ള സംയോജിത പ്രവർത്തനം, ബിസിനസ് പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഏകോപനം എന്നിവയ്ക്കായി
ജില്ലാ തലത്തിൽ ഒരു ഏരിയ ബിസിനസ് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ബികോം ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവും മികച്ച ആശയവിനിമയ ശേഷിയുമുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ള കുടുംബശ്രീ അയൽക്കൂട്ടാംഗം, ഓക്സിലറി ഗ്രൂപ്പ് അംഗം, അയൽക്കൂട്ട അംഗത്തിൻ്റെ വനിതാ കുടുംബാംഗം എന്നിവർക്ക് അപേക്ഷിക്കാം. ഇംഗ്ലീഷ്, ഹിന്ദി, ടു വീലർ ഡ്രൈവിംഗ് അറിയുന്നവർക്കും ബാങ്കിംഗ്, സെയിൽസ്, മാർക്കറ്റിംഗ്, ബിസിനസ് ഡെവലപ്മെൻറ്റ് എന്നീ മേഖലകളിൽ പരിചയമുള്ളവർക്കും മുൻഗണന. അപേക്ഷകർ ജില്ലയ്ക്കകത്തും പുറത്തും യാത്ര ചെയ്യാൻ തയ്യാറായിരിക്കണം. പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രങ്ങളുടെ പകർപ്പുകൾ കുടുംബശ്രീ അയൽക്കൂട്ടാംഗം, ഓക്സിലറി ഗ്രൂപ്പ് അംഗം, അയൽക്കൂട്ടംഗത്തിൻ്റെ വനിതാ കുടുംബാംഗം സഹിതം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ജൂലൈ 8 വൈകിട്ട് 5-നകം ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ 2ാം നില, സിവിൽ സ്റ്റേഷൻ, പാലക്കാട് എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. ഫോൺ നമ്പർ 049125052627. ദേശീയ ആയുഷ് മിഷനിൽ അറ്റൻഡർ മുതൽ നിരവധി ജോലി ഒഴിവുകൾ. നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷിക്കാം. 1. GNM നേഴ്സ്. യോഗ്യത അംഗീകൃത സർവകലാശാല അംഗീകരിച്ച BSc നേഴ്സിംഗ്, അംഗീകൃത നേഴ്സിംഗ് സ്കൂൾ അംഗീകരിച്ച GNM നേഴ്സിംഗ്, കേരള നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ. പ്രായപരിധി 12/3/2024 40 വയസ്സ് കവിയരുത്. പ്രതിമാസ വേതനം 18,000 രൂപ. ഒഴിവുകളുടെ എണ്ണം നിലവിൽ 2 ഒഴിവ് പ്രതീക്ഷിക്കുന്ന മറ്റൊഴിവുകളും. 2. തെറാപ്പിസ്റ്റ് സ്ത്രീ. കേരള സർക്കാർ നടത്തുന്ന 1 വർഷത്തിൽ കുറയാതെയുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം. പ്രായപരിധി 12/3/2024 പ്രകാരം 40 വയസ്സ് കവിയരുത്. പ്രതിമാസ വേതനം 15,000 രൂപ. ഒഴിവുകളുടെ എണ്ണം നിലവിലെ ഒഴിവ് പ്രതീക്ഷിക്കുന്നത് മറ്റൊഴിവുകളും. 3. തെറാപ്പിസ്റ്റ് പുരുഷൻ. കേരള സർക്കാർ നടത്തുന്ന 1 വർഷത്തിൽ കുറയാതെയുള്ള ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് പാസ്സായിരിക്കണം. പ്രായപരിധി 12/3/2024 പ്രകാരം 40 വയസ്സ് കവിയരുത്. പ്രതിമാസ വേതനം 15,000 രൂപ. ഒഴിവുകളുടെ എണ്ണം 3. 4. യോഗ ഇൻസ്ട്രക്ടർ. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും കുറഞ്ഞത് 1 വർഷത്തെ യോഗ ഡിപ്ലോമ, അംഗീകൃത സർവകലാശാലയിൽ നിന്നും യോഗയിൽ 1 വർഷം ദൈർഘ്യമുള്ള അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സ്, സർക്കാർ വകുപ്പിൽ നിന്നും യോഗയിൽ 1 വർഷം ദൈർഘ്യമുള്ള അംഗീകൃത സർട്ടിഫിക്കറ്റ് കോഴ്സ്, സംസ്ഥാന റിസോഴ്സ് സെൻറ്റർ 1 വർഷത്തിൽ കുറയാത്ത യോഗ ടീച്ചർ ട്രെയിനിങ്ങിൽ ഡിപ്ലോമ, അംഗീകൃത സർവകലാശാലയിൽ നിന്നും BNYS, BAMS, MSc യോഗ, MPhil യോഗ എന്നിവയാണ് മറ്റ് യോഗ്യതകൾ. പ്രായപരിധി 12/3/2024 പ്രകാരം 50 വയസ്സ് കവിയരുത്. പ്രതിമാസ വേതനം 14,000 രൂപ. 5. അറ്റൻഡർ. യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കണം. പ്രായപരിധി 12/3/2024 പ്രകാരം 40 വയസ്സ് കവിയരുത്. പ്രതിമാസ വേതനം 11,000 രൂപ. 6. നേഴ്സിംഗ് അസിസ്റ്റൻറ്റ്. അംഗീകൃത സർവകലാശാല അംഗീകരിച്ച ഓക്സിലറി നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് തുല്യ കോഴ്സ്. പ്രായപരിധി 12/3/2024 40 വയസ്സ് കവിയരുത്. പ്രതിമാസ വേതനം 12,000 രൂപ. 7. കെയർടേക്കർ. യോഗ്യത കേരള നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനുള്ള അംഗീകൃത നേഴ്സിംഗ് സ്കൂൾ അംഗീകരിച്ച GNM നേഴ്സിംഗ്. പ്രായപരിധി 12/3/2024 40 വയസ്സ് കവിയരുത്. പ്രതിമാസ വേതനം 15,000 രൂപ. 8. മൾട്ടി പർപ്പസ് ഹെൽത്ത് വർക്കർ GNM. യോഗ്യത കേരള നേഴ്സിംഗ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനുള്ള അംഗീകൃത നേഴ്സിംഗ് സ്കൂൾ അംഗീകരിച്ച GNM നേഴ്സിംഗ്. പ്രായപരിധി 12/3/2024 40 വയസ്സ് കവിയരുത്. പ്രതിമാസ വേതനം 15,000 രൂപ. 9. മൾട്ടി പർപ്പസ് വർക്കർ. യോഗ്യത +2, 3 മാസത്തിൽ കുറയാത്ത ഗവൺമെൻറ് അംഗീകൃത കമ്പ്യൂട്ടർ പരിജ്ഞാന സർട്ടിഫിക്കറ്റ്. പ്രായപരിധി 12/3/2024 40 വയസ്സ് കവിയരുത്. പ്രതിമാസ വേതനം 11,000 രൂപ. താൽപ്പര്യമുള്ളവർ ബയോഡാറ്റയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ അസൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും സഹിതം തൊടുപുഴ കാരിക്കോട് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ ജൂലൈ 10 ബുധൻ വൈകുന്നേരം 5 വരെയോ
നേരിട്ടോ തപാൽ മുഖേനയോ അപേക്ഷ സ്വീകരിക്കുന്നതായിരിക്കും. ഇൻ്റർവ്യൂ തീയതി പിന്നീട് അറിയിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04862291782. ഊട്ടിയിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ സ്ഥിരജോലി. 10ാം ക്ലാസ് മാത്രം മതി. അസിസ്റ്റൻ്റ് ആവാം. വേറെയും ഒഴിവുകൾ. ഇപ്പോൾ അപേക്ഷിക്കാം. കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ അവസരം. നാഷണൽ സെൻറ്റർ ഫോർ റേഡിയോ ആസ്ട്രോഫിസിക്സിന് കീഴിലാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ബി, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബി, ലബോറട്ടറി അസിസ്റ്റൻറ്റ് ബി, ട്രേഡ്സ്മാൻ ബി, ഡ്രൈവർ, ക്ലർക്ക്, വർക്ക് അസിസ്റ്റൻറ്റ്, സെക്യൂരിറ്റി ഗാർഡ് തുടങ്ങിയ തസ്തികകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത്. വിവിധ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കായി ആകെ 12 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ നൽകാം. ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ബി ഒരൊഴിവ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബി ഒരൊഴിവ്, ലബോറട്ടറി അസിസ്റ്റൻറ്റ് ബി ഒരൊഴിവ്, ട്രേഡ്സ്മാൻ ബി 2 ഒഴിവ്, ഡ്രൈവർ ഒരൊഴിവ്, ക്ലർക്ക് ഒരൊഴിവ്, വർക്ക് അസിസ്റ്റൻറ്റ് 3 ഒഴിവ്, സെക്യൂരിറ്റി ഗാർഡ് 2 ഒഴിവ്. പ്രായപരിധി ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ബി 28 വയസ്സ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബി 33 വയസ്സ്, ലബോറട്ടറി അസിസ്റ്റൻറ്റ് ബി 31 വയസ്സ്, ട്രേഡ്സ്മാൻ ബി 28 തൊട്ട് 31 വയസ്സ്, ഡ്രൈവർ 35 വയസ്സ്, ക്ലർക്ക് 33 വയസ്സ്, വർക്ക് അസിസ്റ്റൻറ്റ് 28 തൊട്ട് 31 വയസ്സ്, സെക്യൂരിറ്റി ഗാർഡ് 28 തൊട്ട് 31 വയസ്സ്. യോഗ്യത ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ബി മുഴുവൻ സമയ BSc ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ബി മുഴുവൻ സമയ BSc കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, DERE ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. ലബോറട്ടറി അസിസ്റ്റൻറ്റ് ബി മുഴുവൻ സമയ HSC 60%, ലബോറട്ടറിയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം. ട്രേഡ്സ്മാൻ ബി ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ തത്തുല്യ വിഷയങ്ങളിൽ നാഷണൽ കൗൺസിൽ ഓഫ് വൊക്കേഷണൽ ട്രെയിനിങ് NCVT നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് NTC മൊത്തം 60% മാർക്കോടെ 2 വർഷത്തെ പരിചയം. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം കേന്ദ്ര സംസ്ഥാന ബോർഡ് പരീക്ഷകൾ. കുറഞ്ഞത് 60% മാർക്കോടെ ITI ഇലക്ട്രോണിക്സ്. ഡ്രൈവർ 10ാം ക്ലാസ് സാധുവായ ലൈസൻസ്. ക്ലർക്ക് ബിരുദം 50% മാർക്ക്, ടൈപ്പിംഗ് പരിജ്ഞാനം. വർക്ക് അസിസ്റ്റൻറ്റ് 10ാം ക്ലാസ്. സെക്യൂരിറ്റി ഗാർഡ് 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന ബോർഡ് പരീക്ഷകൾ. അഗ്നിശമന പരിശീലനം, ഫസ്റ്റ് എയ്ഡ് സർട്ടിഫിക്കറ്റ്, NCC സർട്ടിഫിക്കറ്റ്, സിവിൽ ഡിഫൻസ് പരിശീലനം, ഹോം ഗാർഡ്, ഡിഫൻസ് എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ നിബന്ധന ബാധകമല്ല. വ്യക്തിഗത കമ്പ്യൂട്ടറുകളുടെയും ആപ്ലിക്കേഷനുകളുടെയും ഉപയോഗത്തെക്കുറിച്ചുള്ള അറിവ്. ശമ്പളം ജോലി ലഭിച്ചാൽ 30,000 രൂപ മുതൽ 59,000 രൂപ വരെ ശമ്പളം ലഭിക്കും. അപേക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം. അപേക്ഷിക്കുന്നതിന് മുമ്പായി കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല. ജൂലൈ 21-നകം അപേക്ഷിക്കണം. +2കാർക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ അവസരം. അപേക്ഷ ജൂലൈ 10 വരെ നീട്ടി. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നാവിക് ജനറൽ ഡ്യൂട്ടി, നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ച്, യാന്ത്രിക് തുടങ്ങിയ തസ്തികകളിലായി 320 ഒഴിവുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് അതല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ജോലികൾ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ജോബ് ഡീറ്റെയിൽസ്. ബോർഡ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. ജോലിതരം സെൻട്രൽ ഗവൺമെൻറ് ജോബ്. വിജ്ഞാപന നമ്പർ 1/2025. ആകെ ഒഴിവുകൾ 320. ജോലിസ്ഥലം ഇന്ത്യയിലുടനീളം. അപേക്ഷിക്കേണ്ട വിധം ഓൺലൈൻ. അവസാന തീയതി 2024 ജൂലൈ 10. വേക്കൻസി ഡീറ്റെയിൽസ്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നിലവിൽ 320 ഒഴിവുകളിലേക്കാണ് വിജ്ഞാപനം ഇറക്കിയിരിക്കുന്നത്. ഓരോ ബ്രാഞ്ചിലുമുള്ള ഒഴിവുകൾ നോക്കാം. നാവിക് ജനറൽ ഡ്യൂട്ടി 260, യാന്ത്രിക് മെക്കാനിക്കൽ 33, യാന്ത്രിക് ഇലക്ട്രിക്കൽ 18, യാന്ത്രിക് ഇലക്ട്രോണിക്സ് 9. ഏജ് ലിമിറ്റ് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. 2003 മാർച്ച് 1-നും 2007 ഫെബ്രുവരി 28-നും ഇടയിൽ ജനിച്ചവർക്ക് നാവിക് GD യാന്ത്രിക് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാം. SC/ST വിഭാഗക്കാർക്ക് 5 വയസ്സിൻ്റെയും OBC വിഭാഗക്കാർക്ക് 3 വയസ്സിൻ്റെയും ഇളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ. നാവിക് ജനറൽ ഡ്യൂട്ടി അംഗീകൃത സ്കൂൾ വിദ്യാഭ്യാസ ബോർഡിൽ നിന്നും ഫിസിക്സ്, മാത്തമാറ്റിക്സ് ഒരു വിഷയമായി പഠിച്ച +2. യാന്ത്രിക് അംഗീകൃത ബോർഡിൽ നിന്നും 10ാം ക്ലാസ് പാസ്സായിരിക്കുക.
ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകരിച്ച 3 അല്ലെങ്കിൽ 4 വർഷത്തെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, ടെലികമ്മ്യൂണിക്കേഷൻ, റേഡിയോ, പവർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ. മെഡിക്കൽ യോഗ്യതകൾ: ഉയരം കുറഞ്ഞത് 157 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. നെഞ്ചളവ് കുറഞ്ഞത് 5 സെൻറ്റിമീറ്റർ വികസിപ്പിക്കാൻ സാധിക്കണം. സാധാരണ കേൾവിശക്തി ഉണ്ടായിരിക്കണം. പച്ചകുത്തൽ: ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് പച്ചകുത്തൽ അനുവദിക്കുന്നതല്ല. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, റേഡിയോ, പവർ എഞ്ചിനീയറിംഗ് ഇംഗ്ലീഷ് ബ്രാഞ്ചിലെ യാന്ത്രിക് കേഡറിലെ റിക്രൂട്ട്മെൻറ്റിനുള്ള തത്തുല്യ ഡിപ്ലോമയുടെ ലിസ്റ്റ് ഇനി പറയാൻ പോകുന്ന ഔദ്യോഗിക നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ്. സാലറി ഡീറ്റെയിൽസ്: നാവിക് ജനറൽ ഡ്യൂട്ടി 21,700 പ്ലസ് മറ്റ് കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ. 2 യാന്ത്രിക് 29,200 പ്ലസ് മറ്റ് കേന്ദ്ര സർക്കാർ ആനുകൂല്യങ്ങൾ. സെലക്ഷൻ: 1 എഴുത്തു പരീക്ഷ, 2 ഫിസിക്കൽ ഫിറ്റ്നസ് പരീക്ഷ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ്. ആപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിൽസ്: 300 രൂപയാണ് അപേക്ഷാ ഫീസ്. പട്ടികജാതി, പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷാ ഫീസില്ല. ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിംഗ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ വഴി അപേക്ഷാ ഫീസ് അടയ്ക്കാം. എങ്ങനെ അപേക്ഷിക്കാം? താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള 17 പേജുള്ള വിജ്ഞാപനം ഡൗൺലോഡ് ചെയ്ത് വിശദമായി വായിച്ചു നോക്കുക. അപേക്ഷകൾ ജൂലൈ 10 വരെ സ്വീകരിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴി നേരിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഉദ്യോഗാർത്ഥികൾ കാൻഡിഡേറ്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. രജിസ്ട്രേഷൻ ആൻഡ് അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അപേക്ഷാ ഫോമിൽ ചോദിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും സത്യസന്ധമായി പൂരിപ്പിച്ച് നൽകുക. ഭാവിയിലെ ആവശ്യങ്ങൾക്കായി അപേക്ഷാ ഫോമിൻ്റെ ഒരു പകർപ്പെടുത്ത് വയ്ക്കുക. സോ ഫ്രണ്ട്സ്, ഇതുപോലുള്ള വീഡിയോസിനായി വലിയ അറിവുകൾ തരുന്ന നിങ്ങളുടെ ജീവിതത്തിന് വളരെ മുതൽക്കൂട്ടാവുന്ന വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.